മാധ്യമങ്ങൾ യഥാർത്ഥത്തിൽ മനുഷ്യനിർമ്മിതമായ ഒരു സാമൂഹ്യ സ്ഥാപനമാണല്ലോ മാധ്യമം എന്ന് പറയുന്നത്. പക്ഷെ മനുഷ്യനിർമ്മിതമായ സ്ഥാപനങ്ങൾ പലപ്പോഴും തുടക്കത്തിൽ വലിയ ലക്ഷ്യങ്ങളൊക്കെ ഇട്ടിട്ടാണ് തുടങ്ങുക. ഇത് നിഷ്പക്ഷമായിരിക്കും, അല്ലെങ്കിൽ ജനങ്ങൾക്ക് വേണ്ടി വോയിസ് ഓഫ് വോയിസ്ലെസ്, വോയിസ് ഓഫ് മാർജിനലൈസ്ഡ് പീപ്പിൾ, അടിച്ചമർത്തപ്പെട്ടവരുടെ ശബ്ദം, ഇതൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ തുടങ്ങുന്നത്. പക്ഷെ ഇന്ന് മാധ്യമങ്ങൾ യഥാർത്ഥത്തിൽ ജനത്തിന്റെ ശബ്ദമാണോ, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക രാഷ്ട്രീയ അധികാരത്തിന്റെ വേദിയാണോ മാധ്യമങ്ങൾ ഒരുക്കുന്നത് എന്ന് പലപ്പോഴും ചർച്ച ചെയ്യപ്പെടുകയും ഡിബേറ്റ് ചെയ്യപ്പെടുകയും ചെയ്യുന്ന വിഷയമാണ്. ഇന്ന് നമ്മുടെ സംഭാഷണത്തിലും ഇത് തന്നെയായിരിക്കും ഉരുതിരിഞ്ഞു വരാൻ പോകുന്നത്. ദീർഘകാലമായി മുതിർന്ന മാധ്യമ പ്രവർത്തകനും രാഷ്ട്രീയ നിരീക്ഷകനുമായ MP നികേഷ് കുമാർ അദ്ദേഹത്തിന്റെ ദീർഘകാല രാഷ്ട്രീയ പരിജ്ഞാനവും എക്സ്പീരിയൻസും നിരീക്ഷണങ്ങളുമെല്ലാം എന്നീ രീതിയിൽ നമ്മളോട് പങ്കുവെക്കുന്നതാണ്. അദ്ദേഹത്തെ കുറിച്ച് ഞാൻ കൂടുതലായിട്ട് നിങ്ങളോട് പറയേണ്ട കാര്യമില്ല. കേരളത്തിലെ ഏറ്റവും പഴക്കം ചെന്ന ബൃഹത്തായ ഏഷ്യാനെറ്റ് ന്യൂസ് നെറ്റ്വർക്കിന്റെ പ്രാരംഭ ദിശയിൽ അതിനോട് ചേർന്ന് പ്രവർത്തിക്കുകയും പിന്നീട് മലയാളത്തിലെ തന്നെ ആദ്യത്തെ 24 അവർ വാർത്താ ചാനലായ ഇന്ത്യ വിഷൻ ചാനലിന്റെ അമരക്കാരനായി വരികയും അതിനുശേഷം ഇന്ന് ചാനലുകളിൽ മുൻനിരയിൽ നിൽക്കുന്ന റിപ്പോർട്ടർ ചാനലിന്റെ തുടക്കക്കാരനാവുകയും അത്തരത്തിലുള്ള ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം. എൻ്റെ ഭാഗ്യത്തിന് ഇന്ത്യ വിഷന്റെ തുടക്കകാലത്ത് ആദ്യത്തെ ഒരു 5 വർഷം എനിക്ക് അദ്ദേഹത്തിന്റെ കൂടെ ജോലി ചെയ്യാനുള്ള അവസരം കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്ക് ഒരു പുതിയ വാർത്താ അവതാരണ സംസ്കാരം പഠിപ്പിച്ചതുണ്ട് സത്യം പറഞ്ഞ MP നികേഷ് കുമാറാണ്. മലയാളത്തിന് ആദ്യത്തെ ഒരു പുതിയൊരു വാർത്താ സംസ്കാരം, എങ്ങനെയാണ് വാർത്താ വായനയിൽ നിന്ന് വാർത്താ അവതാരണത്തിലേക്ക് നമ്മൾ മാറേണ്ടത് എന്നുള്ളൊരു കാഴ്ചപ്പാട് തന്നത് MP നികേഷ് കുമാറായിരുന്നു. അദ്ദേഹത്തിനെ ഈ ഒരു പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എൻ്റെ പേര് ഷിലു ജാസ്. ഞാൻ ഫാറൂഖ് കോളേജിലെ സോഷ്യോളജി വിഭാഗത്തിലെ അധ്യാപികയാണ്. ഇപ്പം ഞങ്ങൾ ഈ ചർച്ച തുടങ്ങുമ്പോൾ തന്നെ ഞാൻ അംബേദ്കറുടെ ഒരു കോഡിംഗ് വെച്ച് തുടങ്ങാൻ ആഗ്രഹിക്കുകയാണ്. ഭരണഘടന എത്ര തന്നെ നല്ലതാണെങ്കിലും അത് കൈയാളുന്ന ആളുകൾ മോശക്കാരാണെങ്കിൽ ഭരണഘടനയും വികൃതമാക്കപ്പെടുമെന്ന് BR അംബേദ്കർ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഒരു 5 ദിവസം മുമ്പ് സെപ്റ്റംബർ 15 നമ്മൾ അന്താരാഷ്ട്ര ജനാധിപത്യ ദിനം ആചരിച്ചു. ഇപ്പോഴും നമ്മൾ അതിന്റെ വാരാഘോഷം പോലെ അത് ആചരിച്ചു പോരുന്നുണ്ട്. എൻ്റെ ചോദ്യവും അല്ലെങ്കിൽ എൻ്റെ ഒരു ആശങ്കയും വരുന്നത്, ജനാധിപത്യം സംരക്ഷിക്കുന്നതിൽ നമ്മുടെ മലയാള മാധ്യമങ്ങൾക്ക് കൃത്യമായ പങ്ക് സത്യത്തിൽ വഹിക്കാൻ പറ്റിയിട്ടുണ്ടോ? ജനാധിപത്യത്തിന്റെ ആരോഗ്യത്തെ സംരക്ഷിക്കുന്നതിൽ, അല്ലെങ്കിൽ നമ്മൾ അവിടെ എവിടെയെങ്കിലും പരാജയപ്പെട്ടു പോയിട്ടുണ്ടോ നമ്മുടെ മാധ്യമങ്ങൾ എന്നുള്ളതാണ്. നികേഷിന്റെ ഒരു ഒബ്സർവേഷൻ പറഞ്ഞാൽ മതി. ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയമാണത്. കാരണം ഞാൻ 1996 എൻ്റെ വിദ്യാഭ്യാസം പൂർത്തിയാക്കി മാധ്യമ രംഗത്തേക്ക് വരുന്നത്. ആ വിദ്യാർത്ഥി തലമുറ കണ്ട ഒരു ഇന്ത്യയുണ്ട്, ഒരു മാധ്യമ ലോകമുണ്ട്. അടിയന്തരാവസ്ഥയെ ആരനുകൂലിച്ചോ അവരെ ഭർസിക്കുന്നു. അടിയന്തരാവസ്ഥക്കെതിരായി ആര് നിന്നോ അവരുടെ ദൈനംദിന തെറ്റുകൾ അതിജീവിച്ച് ആ മാധ്യമങ്ങളെ, ആ രാഷ്ട്രീയത്തെ കൊണ്ടാടുന്നു. എൻ്റെ തലമുറ അപ്പോൾ വിചാരിക്കുന്നത് എന്താണ്? ഇനി ഭരണഘടനയ്ക്കൊന്നും പറ്റാൻ പോകുന്നില്ല. കാരണം അടിയന്തരാവസ്ഥ വലിയ തെറ്റാണെന്ന് കോൺഗ്രസ്സുകാരെ കൊണ്ടുപോലും പറയിപ്പിച്ച തലമുറയായി മാറി നമ്മുടെ തലമുറ. മാധ്യമങ്ങളാകട്ടെ അടിയന്തരാവസ്ഥ കാലത്ത് സർക്കാരിന് വിധേയപ്പെട്ട് നിന്നതിനെ പരിഹസിക്കുക, പുച്ഛിക്കുക. ആ ഒരു ഉള്ളറിവ് യഥാർത്ഥത്തിൽ നമ്മുടെ തലമുറയെ രൂപപ്പെടുത്തിയിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ രാഷ്ട്രീയത്തിൽ നിന്ന് മാറി. ഇപ്പം ഞാനൊരു രാഷ്ട്രീയ കുടുംബത്തിൽ ജനിച്ചിട്ടുള്ള ആളാണ്. എന്നെപ്പോലുള്ള ആളുകൾക്കും രാഷ്ട്രീയത്തിലിറങ്ങി രാഷ്ട്രീയത്തിൽ ഇടപെടാൻ കഴിയുന്നതിലേറെ മാധ്യമരംഗത്തിറങ്ങി രാഷ്ട്രീയത്തിൽ ഇടപെടാൻ കഴിയും എന്ന് തോന്നിപ്പിച്ചത് അങ്ങനെയുള്ളത്. അത് ടെലിവിഷൻ്റെ വരവോടുകൂടി 90കളുടെ തുടക്കത്തിലാണല്ലോ ടെലിവിഷൻ ഭീകരമായി നമ്മുടെ മുമ്പിലുള്ളത്. അപ്പോൾ ടെലിവിഷൻ്റെ വരവോടുകൂടി
അതിൻ്റെ പുതിയ സങ്കേതങ്ങൾ, അതിൻ്റെ പുതിയ ദൃശ്യഭാഷാ ശൈലി, ഇതൊക്കെ കൂടുതൽ ആവേശകരമാക്കി. പിന്നീട് ഇങ്ങോട്ട് 90കളും 2000വും ഒക്കെ തന്നെയും ജനാധിപത്യത്തിൻ്റെ ഒരു 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 പുഷ്കലകാലമായിരുന്നു. പിന്നീട് അതോടൊപ്പം ഈ മാധ്യമരംഗവും അതോടൊപ്പം തന്നെ വളർന്നു. അതിൻ്റെ ആ വളക്കൂറുള്ള മണ്ണിൽ നിന്ന് വളം വലിച്ചെടുത്ത് മാധ്യമങ്ങളും വളർന്നു. പക്ഷെ 2009-14 UPA രണ്ടാം സർക്കാരോടുകൂടി കാര്യങ്ങൾ മാറി മറിഞ്ഞു. 2014 നരേന്ദ്രമോദി അധികാരത്തിലേറിയതോടുകൂടി അതിനൊരു പൂർണ്ണമായിട്ടുള്ള വിരാമം ഉണ്ടായി. അപ്പം നമ്മൾ അടിയന്തരാവസ്ഥ കാലത്ത് അതിനെ അനുകൂലിച്ച ആളുകളെ വിമർശിക്കുമ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ മൗനം കൊണ്ട് നമ്മളിപ്പോൾ 2014 മുതൽ 2025 കാലഘട്ടത്തിൽ നമ്മളും യഥാർത്ഥത്തിൽ മൗനമാണ്. യഥാർത്ഥത്തിൽ നമ്മൾ സമൂഹം എന്നുള്ള നിലയിലും മാധ്യമങ്ങൾ എന്നുള്ള നിലയിലും മാധ്യമങ്ങൾ എടുത്തു നോക്കുക. ഇപ്പോൾ കേരളത്തിലെ മാധ്യമങ്ങൾക്കൊരു ചിന്താഗതിയുണ്ട്. ഈ ദേശീയ വിഷയങ്ങൾ കൈകാര്യം ചെയ്യേണ്ടത് സോക്കോൾഡ് കൊട്ടേഷനിലുള്ള ദേശീയ മാധ്യമങ്ങളാണ്. ഏതാ ദേശീയ മാധ്യമം എന്ന് പറയുന്നത്? ദേശീയ മാധ്യമങ്ങൾ എന്ന് നമ്മൾ പറയുന്നത് എന്ന് വെച്ചാൽ ഇന്ത്യൻ ഇംഗ്ലീഷ് ചാനലിനെ അല്ലെങ്കിൽ ഹിന്ദി ചാനലിനെയാണ് ദേശീയ മാധ്യമങ്ങൾ എന്ന് പറയുന്നത്. തെറ്റായിട്ടുള്ളൊരു പ്രയോഗമല്ലേ ഇത്? അപ്പോൾ അവർ നോക്കിക്കൊള്ളണം എന്നാണ് ഏത് രാജ്യത്തിൻ്റെ പൊതുവായിട്ടുള്ള വിഷയങ്ങൾ. ഉദാഹരണത്തിന് ഭരണഘടനയിൽ മതേതരത്വവും സോഷ്യലിസവും എടുത്തു കളയണമെന്ന് ആദ്യം കോടതിയിൽ പോയി ആവശ്യപ്പെട്ടിട്ടുള്ളത് BJPയുടെ ദേശീയ കൗൺസിൽ അംഗമായിട്ടുള്ള രാജ്യസഭാ അംഗമായിട്ടുള്ള സുബ്രഹ്മണ്യൻ സ്വാമിയാണ്. ഇത് കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. ശരിയാണ്, ആ വാർത്തയിൽ സുപ്രീം കോടതി വിധി വന്ന സമയത്ത് ഫ്രണ്ട് പേജിൽ വലിയ വാർത്തകളുണ്ടായി, അല്ലെങ്കിൽ ടെലിവിഷനിൽ ചർച്ചകളുണ്ടായി. പക്ഷേ ഇത് BJP ആവശ്യപ്പെടുന്നു എന്ന് പറയുന്ന നിലയ്ക്ക്, അതായത് BJP എന്ന് പറയുന്നത് പിന്നെ രാജ്യം ഭരിക്കുന്ന കക്ഷി ആവശ്യപ്പെടുന്നു എന്ന നിലയ്ക്ക് വാർത്ത റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. പിന്നീട് ദത്താത്രേയ ഹൊസബിള്ള BJPയുടെ RSSന്റെ ജനറൽ സെക്രട്ടറി അതേ ആവശ്യം ഉന്നയിച്ചപ്പോൾ ഇത് സംഘപരിവാറിൻ്റെ ആകെ ആവശ്യമാണെന്ന് നമുക്ക് ക്ലിയർ ആവുകയാണ് ചെയ്യുന്നത്. ശേഖർ കുമാർ യാദവ് എന്ന് പറയുന്ന അലഹബാദ് ഹൈക്കോടതി ജഡ്ജി ഭൂരിപക്ഷ തീരുമാനപ്രകാരമാണ് ഇന്ത്യ ഭരിക്കേണ്ടത് എന്ന ഒരു നിഗമനം മുന്നോട്ട് വെച്ചപ്പോൾ, എന്ന അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട് അലഹബാദ് ഹൈക്കോടതി കോമ്പൗണ്ടിൽ മുന്നോട്ട് വെച്ചപ്പോൾ അതും ആ റിപ്പോർട്ട് ചെയ്തില്ല. പിന്നീട് സുപ്രീം കോടതി നടപടിയെടുത്തപ്പോഴാണ് നമ്മുടെ മാധ്യമങ്ങൾ അത് റിപ്പോർട്ട് ചെയ്യുന്നതാണ്. എനിക്ക് തോന്നുന്നു അടിസ്ഥാനപരമായി നമ്മുടെ കാഴ്ചപ്പാടിലെ ഒരു വ്യത്യാസം എന്ന് പറയുന്നത്, രാജ്യത്തിൻ്റെ പ്രശ്നങ്ങൾ പറയേണ്ടത് നമ്മളല്ല എന്നുള്ള തോന്നൽ മലയാള ടെലിവിഷൻ മാധ്യമങ്ങൾക്കും പത്രങ്ങൾക്കും ഉണ്ട് എന്നുള്ളതാണ് തെറ്റായിട്ടുള്ളൊരു കാഴ്ചപ്പാട്. ഇപ്പൊ ഇത് നികേഷിന് കൃത്യമായിട്ട് പറയാൻ പറ്റും. കാരണം 3 പ്രമുഖ മലയാള ചാനലിൽ വർക്ക് ചെയ്ത ഒരാൾ, അല്ലെങ്കിൽ അതിന്റെ തലപ്പത്തിരുന്ന ഒരാളെന്ന നിലയിൽ ഇപ്പൊ സാധാരണ ഇപ്പൊ നമ്മൾ കാണുന്ന ഒരു പ്രവണത, നമ്മുടെ സമൂഹത്തിൽ ഒരു സംഭവം ഉണ്ടാവുമ്പോൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തിക്ക് അമിതമായ വാർത്താ പ്രാധാന്യം കൊടുത്തുകൊണ്ട് നമ്മൾ വാർത്തകൾ ചമയ്ക്കുന്നു. നേരെ തിരിച്ചും സംഭവിക്കുന്നു. അമിതമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു സംഭവത്തിനെ നമ്മൾ വേണ്ടത്ര വാർത്താ പ്രാധാന്യമില്ലാതെ ഒതുക്കി തീർക്കുന്നു. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് നമ്മുടെ സമൂഹത്തിൽ ഒരു പവർ സ്ട്രക്ചർ മാധ്യമങ്ങളെ സദാസമയവും നിയന്ത്രിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. മലയാള മാധ്യമങ്ങളിൽ എങ്ങനെയാണ് ഈ പവർ സ്ട്രക്ചർ ഫങ്ഷൻ ചെയ്യുന്നത്? ആരാണ് മലയാള മാധ്യമങ്ങളിൽ വാർത്തയുടെ പ്രാധാന്യത്തെ നിശ്ചയിക്കുന്നത്? വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഡോക്ടർ ഷിലിജാസ് പറഞ്ഞത്. എന്ന് വെച്ചാൽ നമ്മുടെ മാധ്യമങ്ങളുടെയൊക്കെ നിയന്ത്രണ രീതിയെ നമ്മളുടെ ഏതോ ഒരു എന്താ പറയേണ്ടത് ബ്രെയിനിൻ്റെ ഏതോ ഒരു വശം അംഗീകരിച്ച് പോയിരിക്കുന്നു എന്നുള്ള കുടുംബങ്ങൾ നടത്തുന്നു. അത് കുടുംബത്തിൻ്റെ ചാനൽ അല്ലെങ്കിൽ കുടുംബത്തിൻ്റെ പത്രമാണ് എന്ന് പറയുന്നത് പോലെ അത് ഇന്നയാളുടെ പത്രമാണ്. അപ്പോൾ എനിക്കിഷ്ടമുള്ള ആളുകൾ പ്രോത്സാഹിപ്പിക്കുന്നത് ആളുകൾ കണ്ടില്ലെന്ന് നടിക്കുന്നു, ബാക്കിയുള്ള വാർത്തകൾ വായിച്ചു പോകുന്നു, ബാക്കിയുള്ള കാര്യങ്ങളെക്കുറിച്ച് മാത്രം നിരീക്ഷിച്ചാൽ മതി എന്നുള്ള നില വരുന്നു എന്നുള്ളതാണ്. വ്യക്തിപരമായി ആളുകളെ പ്രോത്സാഹിപ്പിക്കുന്നത് കൊണ്ട് തെറ്റൊന്നുമില്ല, വ്യക്തിപരമായി ആളുകളെ ഉപദ്രവിക്കുന്നത് കൊണ്ട് അത് ആ ചാനലിൻ്റെ അല്ലെങ്കിൽ ആ പത്രത്തിൻ്റെ കാഴ്ചപ്പാട് എന്നുള്ള നിലയിൽ നമുക്ക് പോയാൽ തന്നെയും നോക്കൂ, പത്രങ്ങളായാലും ടെലിവിഷൻ ചാനലുകളായാലും ഇപ്പം ഞാൻ ഉൾക്കൊള്ളുന്ന മാധ്യമ സമൂഹത്തെയാണ് പറയുന്നത്. ഞാൻ എന്നും ഒരു മാധ്യമ പ്രവർത്തകനായിട്ട് അറിയപ്പെടാനാണ് ആഗ്രഹിക്കുന്നത്, അല്ലാതെ എനിക്ക് ശേഷം പ്രളയം എന്ന നിലയിലല്ല ഞാൻ അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നത്. നോക്കൂ, നമ്മളെല്ലാം കാഴ്ചപ്പാടുകളാണ് അവതരിപ്പിക്കുന്നത്, നമ്മൾ വാർത്തയല്ല അവതരിപ്പിക്കുന്നത്. അപ്പോൾ നമ്മൾക്ക് ഇപ്പം നേരത്തെ ഷിലിജാസ് ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, ആദ്യം വലിയ സ്വപ്നങ്ങൾ നമ്മൾ മുന്നോട്ട്, ആ സ്വപ്നങ്ങൾ നമ്മൾ മുന്നോട്ട് വെച്ച് നമ്മൾ ഒന്ന് കരുപ്പിടിപ്പിച്ചു എന്നുള്ളൊരവസ്ഥ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് താല്പര്യങ്ങളായി. അപ്പോൾ ആ പത്രസ്ഥാപനത്തിൻ്റെ മുതലാളിമാരായിട്ടുള്ള ആളുകളുടെ താല്പര്യം, അവരുടെ രാഷ്ട്രീയ പാർട്ടിയുടെ താല്പര്യം,
അവരുടെ മതത്തിൻ്റെ താല്പര്യം, മതത്തിൽ മാത്രമല്ല അതിൽ ഒരു പ്രത്യേക വിഭാഗം ഉണ്ടാവും, ആ വിഭാഗത്തിൻ്റെ താല്പര്യം എന്ന നിലയിലേക്ക് ഇത് ചുരുങ്ങിപ്പോകുന്നു എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ ടേക്കൺ ഫോർ ഗ്രാൻഡഡ് ആയി, വായനക്കാരൻ പ്രേക്ഷകൻ ടേക്കൺ ഫോർ ഗ്രാൻഡഡ് ആയി എന്നുള്ളതാണ്. അത് നമുക്ക് ഇപ്പം ഞാൻ പത്രങ്ങളുടെയോ ചാനലുകളുടെയോ പേരുകൾ പറയണ്ട, നമുക്കെല്ലാം ഓരോന്നായി ഓർമ്മയുണ്ടെന്നുള്ളതാണ്. കാഴ്ചപ്പാടുകൾ, ഇപ്പോൾ നമ്മൾ പത്രം തുറന്നു കഴിഞ്ഞാൽ ഓരോ കാഴ്ചപ്പാടാണ് കാണുന്നത്, ഓരോ ചാനലുകൾ കാണുമ്പോൾ നമ്മൾ അതിൻ്റെ കാഴ്ചപ്പാടുകളാണ് കാണുന്നത്. അതിൻ്റെ അകത്ത് വാർത്ത നമ്മൾ വേർതിരിച്ചെടുക്കണമെങ്കിൽ വലിയ ദുർഗ്രഹമായി നമ്മൾ ആഞ്ഞ് ചിന്തിക്കേണ്ടി വരുന്നു എന്നുള്ളതാണ്, അതിൻ്റെ അകത്ത് എന്താ വാർത്ത എന്നുള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു എന്ന് വെച്ചാൽ നമ്മൾ പതുക്കെ ഈ മാധ്യമങ്ങളിൽ നിന്ന് പിൻവാങ്ങുന്നു എന്ന് പറയുന്ന ഒരു പ്രശ്നം ഇപ്പോൾ. അപ്പോൾ ഇതിങ്ങനെ കണ്ട് ആളുകൾക്ക് മനസ്സിലാകാതെ, ആളുകൾ പൂർണ്ണമായിട്ടും വാർത്ത മനസ്സിലാകാതെ, അല്ലെങ്കിൽ വാർത്തയുടെ ടേസ്റ്റ് അവർക്ക് കൊടുക്കാതെ ഇവർ ആളുകളിൽ നിന്ന്. അപ്പോൾ ഇന്നിപ്പോൾ പത്രങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും വലിയ പത്രത്തിന് ഒരു 5-10 കൊല്ലം മുമ്പുള്ളതിൻ്റെ 8-10 ലക്ഷം വരിക്കാർ കുറവാണ്, കൂടുകയല്ല ചെയ്തിട്ടുള്ളത്. ജനസംഖ്യാനുപാതകമായി കൂടുകയല്ല ചെയ്തിട്ടുള്ളത്, കുറയാണ് ചെയ്യുന്നത്. ഇപ്പോൾ രണ്ടാമത്തെ പത്രവും മൂന്നാമത്തെ പത്രവും ഒക്കെ ആ പ്രതിസന്ധി നേരിടുന്നു എന്നുള്ളതാണ്. ഇതെന്തുകൊണ്ട് എന്ന് ചിന്തിച്ച് ആ വ്യവസായത്തെ, ആ പ്രസ്ഥാനത്തെ വളർത്താനല്ല യഥാർത്ഥത്തിൽ ഈ സമൂഹം ശ്രമിക്കുന്നത്. പകരം ഇതുമായി മുന്നോട്ട് പോകാനാണ് നിൽക്കുന്നത്. ആത്യന്തികമായ ലക്ഷ്യത്തിലേക്കല്ല, അടിയന്തര ലക്ഷ്യത്തിലേക്ക് പത്രങ്ങൾ പോകുന്നു. അത് രാഷ്ട്രീയ ലക്ഷ്യമായിരിക്കും, അത് ചിലപ്പോൾ വേറെ എന്തെങ്കിലുമൊക്കെ താല്പര്യങ്ങളായിരിക്കും. ആത്യന്തികമായ ലക്ഷ്യം എന്ന് പറയുന്നത് ഈ മാധ്യമത്തെ എല്ലാ ആളുകളിലേക്കും പടർത്തുക എന്നുള്ളതാണെങ്കിൽ അതിനുള്ള ശ്രമം യഥാർത്ഥത്തിൽ നടക്കുന്നില്ല. ഞാൻ അടങ്ങുന്ന മാധ്യമ സമൂഹത്തെക്കുറിച്ചാണ് പറഞ്ഞത്. സത്യത്തിൽ ഇതിൽ നിന്ന് രക്ഷപ്പെടാനല്ലേ നികേഷൊക്കെ പുതിയ പുതിയ ചാനലുകളൊക്കെ തുടങ്ങാൻ, അതായത് ഈ ഒരു അധികാരഘടനയെ അത് ബ്രേക്ക് ചെയ്ത് പുറത്ത് കടക്കാൻ വേണ്ടിയിട്ടായിരിക്കുമല്ലോ ഒരു ചാനലിൽ നിന്ന് പുതിയൊരു ചാനൽ എന്നുള്ള സംരംഭത്തിലേക്ക് മാറിയത്. പക്ഷേ എന്നിട്ടും അവിടെയും അത് പരാജയപ്പെടുകയാണോ ചെയ്യുന്നത്? നോക്കൂ, ഞാൻ ഏഷ്യാനെറ്റിൽ വരുന്നു. അതെന്നെ സംബന്ധിച്ചിടത്തോളം അന്ന് സാധ്യമായിട്ടുള്ളത് ഏഷ്യാനെറ്റാണ്. 1996 ഞാൻ വിദ്യാഭ്യാസം കഴിഞ്ഞിറങ്ങുമ്പോൾ എൻ്റെ മുന്നിൽ ഒരൊറ്റ ടെലിവിഷൻ ചാനലേ ഉള്ളൂ, ഏഷ്യാനെറ്റ് ജനറൽ എൻ്റർടൈൻമെൻറ്റ് ചാനൽ എന്ന ഒരൊറ്റ ടെലിവിഷൻ ചാനലേ ഉള്ളൂ. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഏഷ്യാനെറ്റ് മാത്രമായിരുന്നു സാധ്യത. ഏഷ്യാനെറ്റ് അന്ന് സ്വീകാര്യവുമായിരുന്നു. കാരണം ഏഷ്യാനെറ്റിൻ്റെ സ്ഥാപകനായിട്ടുള്ള ശശികുമാർ ഏഷ്യാനെറ്റിൻ്റെ നയം വിശദീകരിച്ചത് ഏഷ്യാനെറ്റിന് കേരളത്തിൻ്റെ സ്വഭാവമായിരിക്കും എന്നാണ്. നമ്മളിപ്പോൾ ഏഷ്യാനെറ്റിൻ്റെ ആദ്യ കാലഘട്ടത്തെ വിലയിരുത്തുന്നവർ ചിലപ്പോൾ പറയുമായിരിക്കും ഏഷ്യാനെറ്റിന് ഇടതു സ്വഭാവമായിരുന്നു എന്ന്. പക്ഷേ ശശികുമാർ ആ ഇടതു സ്വഭാവത്തെ കേരളത്തിൻ്റെ സ്വഭാവം എന്ന നിലയിലാണ് വിശദീകരിച്ചിരുന്നത്. അത് ശരിയായിരുന്നു. കാരണം ഏഷ്യാനെറ്റിൻ്റെ തുടക്കക്കാരെയൊക്കെ നമുക്കറിയാവുന്നതാണ്. അങ്ങനെ ഒരു പാർട്ടിക്ക് അനുകൂലമായി നിലപാടെടുക്കുന്നവരായിരുന്നില്ല അന്ന് ഏഷ്യാനെറ്റിൻ്റെ തലപ്പത്തുണ്ടായിരുന്നു, ശശികുമാർ അടക്കമുള്ള മറ്റെല്ലാവരും തന്നെയും. ഏഷ്യാനെറ്റ് ശരിയായിരുന്നു. പിന്നീട് ഒരു വാർത്താ ചാനൽ എന്ന് പറയുന്ന സങ്കല്പത്തിലേക്ക് ഡോക്ടർ മുനീർ വന്നപ്പോൾ സ്വാഭാവികമായിട്ടും, ഇപ്പോൾ നമ്മളെയൊക്കെ സംബന്ധിച്ചിടത്തോളം ചെറുപ്പത്തിൽ 23 വയസ്സിൽ ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, നെഞ്ചിൽ ചേർത്ത് പിടിച്ച മൈക്കിലൂടെ പറയുന്ന കാര്യങ്ങളാണ് വിപ്ലവം എന്ന് വിശ്വസിച്ചിട്ടുള്ള ആളുകളായി മാറിയിരുന്നു വിദ്യാർത്ഥികളാണെങ്കിൽ പോലും. പിന്നീട് ചർച്ചകൾ സംഘടിപ്പിക്കാൻ സാധിക്കുന്നു, നമുക്ക് ഒരു സംവാദം രൂപപ്പെടുത്താൻ സാധിക്കുന്നു പല വിഷയങ്ങളിലും എന്ന് വന്നപ്പോൾ നമുക്ക് കുറച്ചുകൂടി എക്സൈറ്റ്മെൻറ്റ് വന്നു. ഇന്ത്യ വിഷനിലൂടെ അല്ലെങ്കിൽ 24 മണിക്കൂറും വാർത്തയിലൂടെ തുടർച്ചയായി ആളുകളെ വാർത്തയിൽ പിടിച്ചിരുത്തുക എന്ന് പറയുന്ന സങ്കല്പത്തിലേക്ക് വന്നപ്പോഴേക്കും അത് കുറച്ചുകൂടി ആവേശം. ഷിലിജാസ് അതിൻ്റെ പാർട്ടായിരുന്നു. ആദ്യത്തെ വാർത്താവതാരകരിൽ ഒരാളാണ് ഷിലിജാസ് എന്ന് പറയുന്നത്. അപ്പോൾ അത് നമ്മളെ കൂടുതൽ ആവേശഭരിതമാക്കി. പിന്നീട് അതും പോരാ, മാനേജ്മെൻറ്റിൽ പങ്കാളിത്തം വേണം എന്ന് കരുതി. മാനേജ്മെൻറ്റിൽ പങ്കാളിത്തം വേണം എന്ന് കരുതിയിട്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്. കാരണം അതിൻ്റെ ഒരു നിഷ്പക്ഷത പൂർണ്ണമാകണമെങ്കിൽ, അല്ലെങ്കിൽ നമുക്കിപ്പോൾ പെട്ടെന്ന് ഒരു OB വാൻ ഇന്ന സ്ഥലത്തേക്ക് പോകണം എന്ന് വരികയാണെങ്കിൽ പിന്നെ അതിനൊരു തടസ്സം ഉണ്ടാകാൻ പാടില്ല. നമ്മൾ പറഞ്ഞാൽ മതി, അല്ലെങ്കിൽ എഡിറ്റോറിയൽ ബോർഡ് തീരുമാനം എടുത്താൽ മതി എന്ന നിലയിലേക്കാണ് പിന്നീട് 2010 ഞാൻ ഇന്ത്യ വിഷനിൽ ഇറങ്ങി 2011 റിപ്പോർട്ടർ ടെലിവിഷൻ തുടങ്ങുന്നത്. പക്ഷെ അത് പരാജയമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നോക്കൂ, 2011 മുതൽ 2016 വരെ എനിക്ക് റിപ്പോർട്ടർ ചാനൽ സക്സസ്ഫുള്ളായി നടത്തിക്കൊണ്ടുപോകാൻ സാധിച്ചു. നോക്കൂ, ഇതിനകത്തെല്ലാം നയപരമായ തീരുമാനം വളരെ പ്രധാനപ്പെട്ടതാണ്. ഇപ്പോൾ എന്തുകൊണ്ട് ഞാൻ റിപ്പോർട്ടറിലെ എൻ്റെ ഷെയർ ഡൈല്യൂട്ട് ചെയ്തു അല്ലെങ്കിൽ ഞാൻ കൈമാറി എന്ന ചോദ്യം വരികയാണെങ്കിൽ, ഞാൻ ആ ചാനലിൻ്റെ ലൈസൻസ് വാങ്ങുമ്പോൾ എനിക്ക് 3 കോടി രൂപ നെറ്റ്വർത്ത് കാണിച്ചാൽ മതി. 3 കോടി രൂപ നെറ്റ്വർത്ത് കാണിച്ചാൽ മതി.
പിന്നീടത് നമ്മൾ കേൾക്കുന്നു, നെറ്റ്വർത്ത് എന്ന് പറയുന്നത്, ലൈസൻസ് കിട്ടാനുള്ള നെറ്റ്വർത്ത് എന്ന് പറയുന്നത് 5 കോടിയായി 8 കോടിയായി. പക്ഷെ 5 കോടി ആയപ്പോഴും 8 കോടി ആയപ്പോഴും 3 കോടി നെറ്റ്വർത്ത് വേണ്ടിയിരുന്ന എനിക്ക് 3 കോടി നിലനിർത്തിയാൽ മതി. പെട്ടെന്ന് നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വരുന്നു, അത് 25 കോടിയായി ഉയർത്തുന്നു. എന്നിട്ട് 3 കോടി നെറ്റ്വർത്തുള്ള എൻ്റെ പോലുള്ള ചാനലുകളോട് നമ്മൾ 3 കോടിയിൽ നിന്ന് 25 കോടി നെറ്റ്വർത്ത് ഉയർത്താൻ പറയാണ്. അപ്പോൾ 3 കോടിയിൽ നിന്ന് നെറ്റ്വർത്ത് ഉയർത്തണമെങ്കിൽ എൻ്റെ കയ്യിൽ 3 കോടിയുടെ നെറ്റ്വർത്ത് മാത്രമേ ഉള്ളൂ. 3 കോടിയുടെ നെറ്റ്വർത്ത് മാത്രമല്ല, നമ്മൾ 2011 വാങ്ങിയിട്ടുള്ള എക്യുപ്മെൻറ്റിൻ്റെയൊക്കെ മൂല്യം സ്വാഭാവികമായിട്ടും താഴേക്ക് പോയിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ആ പറയുന്ന നേരത്തെ ഉണ്ടായിരുന്ന നെറ്റ്വർത്ത് പോലും സ്വാഭാവികമായിട്ടും കാലക്രമേണ ആ ടെലിവിഷൻ ചാനൽ ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം? ഈ 3 കോടി എന്നുള്ളത് 25 കോടി ആക്കാൻ വേണ്ടി ഒരു മുതലാളിയെ ഇതിനകത്തേക്ക് കൊണ്ടുവരണം. അപ്പോൾ 22 കോടിയുടെ മുതൽ കൊണ്ടിരുന്ന ആ ആളാണോ 3 കോടിയുള്ള ഞാനാണോ ആ ചാനലിൻ്റെ പൂർണ്ണ ഉടമ? സ്വാഭാവികമായിട്ടും 51% മുകളിൽ വേറൊരാൾക്ക് പോകും. അപ്പോൾ ഞാൻ പിന്നെ അതിനകത്തൊരു മൈനോറിറ്റി ഷെയർ ഹോൾഡറായി തുടരണം എന്നുള്ളതാണ്. അപ്പോൾ എൻ്റെ ആ പഴയ സങ്കല്പം മാറി. ഏത് ഇതിനകത്തൊരു മാനേജ്മെന്റൽ റോൾ ഉണ്ടാവുകയും എഡിറ്റോറിയൽ ബോർഡ് തീരുമാനിച്ചാൽ ഏത് കാര്യത്തിലും തീരുമാനം എടുക്കാൻ കഴിയണം എന്നുള്ള ആ നയം മാറി. അപ്പോൾ പിന്നെ ഞാൻ ആ സ്വപ്നം അവിടെ അവസാനിക്കുന്നതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു? എൻ്റെ ഷെയർ ഡൈല്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ അത് പരാജയം എന്നുള്ളതല്ല. നോക്കൂ, നമ്മളെ സംബന്ധിച്ചിടത്തോളം 90s വിദ്യാഭ്യാസം പൂർത്തിയാക്കിയിട്ടുള്ള ചെറുപ്പക്കാരെ സംബന്ധിച്ചിടത്തോളം ടെലിവിഷൻ എന്ന് പറയുന്നത് വലിയ സ്വപ്നമായിരുന്നു. നിങ്ങൾക്ക് ഇതിലൂടെ സത്യങ്ങൾ വിളിച്ചു പറയാൻ സാധിക്കുന്നു. നമ്മൾ പലയിടങ്ങളും പ്രൂവ് ചെയ്തിട്ടുണ്ട്. ഏഷ്യാനെറ്റിൽ പ്രൂവ് ചെയ്തിട്ടുണ്ട്, ഇന്ത്യ വിഷനിൽ പ്രൂവ് ചെയ്തിട്ടുണ്ട്, റിപ്പോർട്ടറിൽ അത് പ്രൂവ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അങ്ങനെ പല തരത്തിൽ നമുക്ക് സാധ്യമായിട്ടുള്ള നമ്മുടെ ബുദ്ധിയും നമ്മളുടെ കഴിവും ഒക്കെ വെച്ച് സാധ്യമായതെല്ലാം ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ അതൊക്കെ പറയുമ്പോൾ കുറച്ച് കൂടുതൽ പറയേണ്ടി വരും. 2014 മുതൽ 2024 വരെയുള്ള നരേന്ദ്രമോദി സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ എങ്ങനെയാണ് കോർപ്പറേറ്റ് കോൺഗ്ലമറേറ്റിൻ്റെ ഭാഗമായിട്ട് ഈ മാധ്യമ സമൂഹം മാറിയിട്ടുള്ളത്. ഇന്ന് രാജ്യത്തെ എല്ലായിടത്തും നോക്കൂ, ഞാൻ ഈ സദസ്സിലും വേദിയിലും ഇരിക്കുന്ന എല്ലാവരോടും കൂടിയായിട്ടാണ് പറയുന്നത്, ഇന്ത്യയിൽ എന്നൊരു സ്വതന്ത്ര ടെലിവിഷൻ ചാനലോ സ്വതന്ത്ര മാധ്യമമോ നിലനിൽക്കുന്നില്ല. 2 കുടുംബങ്ങളിൽ മാത്രമായി മാധ്യമങ്ങൾ ചുരുങ്ങുകയാണ്. എന്ന് വെച്ചാൽ 2 കുടുംബങ്ങൾ പ്രധാനമായും 50%-ലേറെ ലൈവ് സ്ട്രീമിംഗ് ഇപ്പോൾ റിലയൻസിൻ്റെ കയ്യിലാണ്. ഏതാണ്ട് 90-ലധികം ചാനലുകൾ അംബാനിയുടെ കയ്യിലാണ്. അദാനി, NDTVയും ദ ക്വിൻറ്റും ഒക്കെ ഏറ്റെടുത്തുകൊണ്ട് അതിവേഗം അംബാനിയോടൊപ്പം എത്താൻ ശ്രമിക്കുകയാണ്. ചിലപ്പോൾ നമ്മുടെ സൺ TV അടക്കമുള്ള നെറ്റ്വർക്കുകൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു 10 കുടുംബങ്ങൾ ഇന്ത്യയിൽ ടെലിവിഷൻ ചാനലുകൾ നടത്തുന്നുണ്ടാവും. അതിനപ്പുറത്തേക്ക് ചില പാർട്ടികൾക്ക് നടത്താൻ കഴിയുന്നുണ്ട് എന്നല്ലാതെ ജേർണലിസ്റ്റുകൾക്കോ അല്ലെങ്കിൽ പ്രൊഫഷണലുകളുടെ കൂട്ടത്തിനോ ഇന്നൊരു മാധ്യമ സ്ഥാപനവും ഇന്ത്യയിൽ നടത്താൻ കഴിയുന്നില്ല. ഒരു സ്റ്റാൻഡ് ലോൺ പ്രൊഫഷണലിനോ അല്ലെങ്കിൽ പ്രൊഫഷണലിൻ്റെ കൂട്ടങ്ങൾക്കോ ഇന്ന് ഒരു മാധ്യമവും നടത്താൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. കഴിയാത്തതിനുള്ള നയപരമായ 25 കോടി ഒന്നിച്ചുണ്ടാക്കാൻ നമ്മൾ കള്ളുകച്ചവടമല്ല നടത്തുന്നത്, മയക്കുമരുന്ന് കച്ചവടമല്ല നടത്തുന്നത്. ഈ മാധ്യമ രംഗത്ത് നിന്ന് പ്രവർത്തിച്ചാൽ പെട്ടെന്ന് നിങ്ങൾക്ക് 3 കോടിയിൽ നിന്ന് 25 കോടിയിലേക്ക് വളരാൻ കഴിയില്ല. അങ്ങനെ ഒരു കച്ചവടം നടത്താൻ വേണ്ടിയിട്ടല്ല മാധ്യമ രംഗത്തേക്ക് നമ്മൾ വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് തോൽവി എന്ന് പറയുന്നത് തോൽപ്പിക്കാൻ ഭരണകൂടം ശ്രമിക്കുന്നുണ്ട് എന്നുള്ളത്. ഇതിപ്പം നികേഷ് പറഞ്ഞ ഒരു ഇഷ്യൂ ഇന്ന് മലയാളത്തിലെ ദൃശ്യമാധ്യമ മാധ്യമ രംഗത്തുള്ള ഓരോ മനുഷ്യനും നേരിടുന്ന ഒരു മാനസികമായ സംഘർഷമായിരിക്കും. കാരണം ഇപ്പൊ പറഞ്ഞതുപോലെ നമ്മുടെ ഏത് മേഖലയിലും ഒരു ഘട്ടം കഴിഞ്ഞാൽ അധികാരവും കമ്പോളവും അത് വിലക്ക് വാങ്ങാൻ ശ്രമിക്കും. അത് മാധ്യമത്തിലും സംഭവിച്ചു. മാധ്യമം യഥാർത്ഥത്തിൽ നമ്മൾ ജനത്തിന്റെ ശബ്ദം, ജനത്തിന്റെ നാവ് എന്നൊക്കെ പറഞ്ഞിട്ട് തുടങ്ങി. പക്ഷെ അത് പിന്നീട് ഇങ്ങനെ ഹൈജാക്ക് ചെയ്യപ്പെട്ടു. അപ്പൊ എനിക്ക് തോന്നുന്നു ഈ ഒരു ഇപ്പൊ നികേഷ് സാർ പറഞ്ഞതുപോലെ ഒരു മാനേജ്മെന്റ് ഡോമിനേറ്റഡ് ആയിട്ടുള്ള ഒരു ടീം എഡിറ്റോറിയൽ ടീമിനെ ഭരിക്കാൻ തുടങ്ങുന്നു, അല്ലെങ്കിൽ ഒരു പങ്കാളിത്ത മാനേജ്മെന്റ് സ്ട്രീം ഉണ്ടാവുന്നു. ഇങ്ങനെയൊക്കെ സംഭവിക്കുന്ന സമയത്ത് ഇത് ശരിക്കും മുതലാക്കിയത് BJP ആണെന്നാണ് നമ്മുടെ ഒരു ഒബ്സർവേഷനിൽ നമുക്ക് മനസ്സിലാവും. അതായത് ഒരു മാധ്യമത്തിനെ വേണമെങ്കിൽ വില കൊടുത്ത് വാങ്ങിക്കാൻ പറ്റും എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് എത്തിക്കുകയും അത് നടപ്പിൽ വരുത്തുകയും അതിനെ കൃത്യമായി BJP മുതലെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതാണ് സത്യം. നമ്മൾ എങ്ങനെയാണ് ഇതിനെ മറികടക്കുന്നത് നികേഷ്? നോക്കൂ, ചരിത്രം ആർക്കെങ്കിലും വഴിപ്പെടുന്നോ? അല്ല, ചരിത്രം മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കും. അത് നമ്മളിപ്പോൾ നരേന്ദ്രമോദി 11 വർഷം രാജ്യം ഭരിക്കുന്നു, അടക്കി ഭരിക്കുന്നു എന്നുകൊണ്ട് നാളെ കാര്യങ്ങൾ മറിയാതിരിക്കില്ല എന്ന കാര്യത്തിൽ നമുക്ക് ഉറപ്പുണ്ട്. കാരണം അടിയന്തരാവസ്ഥ കാലഘട്ടത്തെ അതിജീവിച്ച ഒരു സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം, ഒരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം
ഈ ഏകാധിപത്യ പ്രവണതകളും ഈ ഒരു മതാധിഷ്ഠിത ഭരണവും നമുക്ക് മറികടക്കാൻ സാധിക്കുമെന്ന കാര്യത്തിൽ എനിക്കൊരു തർക്കവുമില്ല. പക്ഷേ നോക്കൂ, ആ അതിജീവിക്കുന്ന കാലഘട്ടത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. നമ്മൾ നിശബ്ദരാണ് എന്ന് പറയുമ്പോൾ ഏത് നിലയ്ക്കും നിശബ്ദരാണ്? നമ്മൾ എല്ലാ തരത്തിലും നിശബ്ദരാണ്. നമ്മൾ ഇവിടുത്തെ ഒരു മതാധിഷ്ഠിത രാഷ്ട്രം സ്ഥാപിക്കുന്നതിന് നമ്മൾ നിശബ്ദമായി അനുകൂലിക്കുകയോ അല്ലെങ്കിൽ പാസീവായി അത് കാണുകയോ ചെയ്യുന്നു. ഉദാഹരണത്തിന് ലോകം കണ്ട ഏറ്റവും ക്രൂരരായിട്ടുള്ള ഭരണാധികാരികൾ ആരാണെന്ന് ചോദിച്ചാൽ നമ്മൾ ഇപ്പോഴും പറയും ഹിറ്റ്ലറും മുസോളിനിയും ഈദി അമീനും എന്നൊക്കെ പറയും. യഥാർത്ഥത്തിലാണോ? ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹുവിന്റെ പ്രതിരോധ മന്ത്രി എന്താ പറയുന്നത്? ഞങ്ങൾ ആശുപത്രി ആക്രമിച്ച് തകർത്തിട്ടുണ്ട്, കാരണം അത് ഹമാസിന്റെ കേന്ദ്രമാണ്. ഞങ്ങൾ ഡോക്ടർമാരെ പോയിന്റ് ബ്ലാങ്കിൽ വെടിവെച്ച് കൊന്നിട്ടുണ്ട്, കാരണം അവര് ഹമാസിന്റെ ഏജന്റുമാരാണ്. ഞങ്ങൾ കുഞ്ഞുങ്ങളെ പട്ടിണിക്കിട്ട് കൊന്നിട്ടുണ്ട്, കാരണം അവര് വളർന്നാൽ നാളെ ഹമാസുമാരാകും എന്നാണ്. ഇത് ഹിറ്റ്ലർ പറഞ്ഞിട്ടില്ല, ഇത് മുസോളിനി പറഞ്ഞിട്ടില്ല. അവര് അതിനുവേണ്ടി മന്ത്രിസഭ അംഗങ്ങളെ സൃഷ്ടിക്കുകയും വകുപ്പുകൾ സൃഷ്ടിക്കുകയും ചെയ്തു നുണ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി. ബെന്യാമിൻ നെതന്യാഹുവിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ വേണ്ടി വരുന്നില്ല എന്നുള്ളതാണ് ഈ ലോകത്തോട് പറയാം. ആ നിലയിൽ പരുവപ്പെട്ട ഒരു വലതുപക്ഷ ലോകമാണ് ഇന്ന് ഈ മാധ്യമങ്ങളടക്കം സൃഷ്ടിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ എൻ്റെ ഭരണാധികാരി എന്ത് പറയുന്നു? എൻ്റെ ഫ്രണ്ടാണ് ഈ ബെന്യാമിൻ നെതന്യാഹു എന്ന് പറയുന്നത്. നമ്മുടെ ഒന്നും ഫ്രണ്ടല്ല അയാള്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു എന്ന് നമ്മൾ സമൂഹം എന്നുള്ള നിലയിൽ ആലോചിക്കണം എന്നതാണ്. നമ്മൾ ഈ ഒഴുക്കിനോടൊപ്പം നീന്താനാണ് ശ്രമിക്കുന്നതെങ്കിൽ അത് വലിയ അപകടകരമാണ്. നമ്മൾ മുസോളിനിയെ കുറിച്ചും ഹിറ്റ്ലറെ കുറിച്ചും ഒക്കെ പഠിക്കുന്ന കാലഘട്ടത്തിൽ ഡോക്ടർ ഷിൽവാസിന് ഓർമ്മയുണ്ടാവുമല്ലോ. നമ്മൾ ആ സമൂഹത്തെ, ആ കാലഘട്ടത്തെ, തലമുറയൊക്കെ പുച്ഛത്തോടു കൂടിയല്ലേ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മളെയും പുച്ഛത്തോടു കൂടി കാണും ഇനി വരാനിരിക്കുന്ന സമൂഹം. എന്താ നിങ്ങൾ ചെയ്യാൻ പോകുന്നത് എന്ന് നമ്മളോട് സമൂഹം ചോദിക്കുന്നുണ്ട്. പക്ഷെ നമ്മളത് കേൾക്കാത്ത ഭാവത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. ഒരു മാധ്യമ സംസ്കാരം തുടങ്ങുമ്പോൾ ഇപ്പം എനിക്കൊക്കെ അറിയാം, ഞങ്ങളൊക്കെ ഇന്ത്യ വിഷനിലോ ട്രെയിനി ജേർണലിസ്റ്റുകളായിട്ട് തിരഞ്ഞെടുത്ത സമയം ഞങ്ങൾക്ക് ആദ്യത്തെ ഒരു 6-8 മാസം ട്രെയിനിങ് ആയിരുന്നു അല്ലേ? എങ്ങനെയാണ് നിങ്ങൾ മാധ്യമ പ്രവർത്തനം ചെയ്യേണ്ടതെന്നുള്ള ട്രെയിനിങ് ആയിരുന്നു. ഞങ്ങളെ മാധ്യമത്തിന്റെ എത്തിക്സ് ഓഫ് ജേർണലിസം പഠിപ്പിച്ചു, ഞങ്ങളെ ഫീൽഡിൽ വിട്ടു, ഞങ്ങളെ ക്യാമറ ചെയ്യാൻ പഠിപ്പിച്ചു. എങ്ങനെയാണ് ക്യാമറ ചെയ്യുന്ന സമയത്ത് മാർജിനലൈസ്ഡ് ആയിട്ടുള്ള ജനവിഭാഗത്തിന്റെ ശബ്ദം രേഖപ്പെടുത്തേണ്ടത് ഞങ്ങൾക്ക് പറഞ്ഞു തന്നു. അത് തെറ്റിയിട്ടില്ല ഷിൽജാസ്. കാരണം എന്താ വെച്ചാൽ അന്ന് ആ ട്രെയിനിങ് കിട്ടിയവരാണ് ഇന്ന് കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളും നടത്തുന്നത്. സത്യം. ആദ്യത്തെ 22 ഡോക്ടർ ഷിൽജാസ് അടക്കമുള്ള 22 പേരടങ്ങുന്ന ബാച്ചാണ് ഇന്ന് കേരളത്തിലെ മാധ്യമങ്ങൾ നടത്തുന്നത്. അവരിൽ ഒരാൾ പോലും ഇന്ന് മുഖ്യധാരയിൽ ഇല്ലാതിരുന്നിട്ടില്ല എന്നുള്ളതാണ്. അത് ആ ട്രെയിനിങ്ങിന്റെ ഗുണമാണ് എന്നുള്ളതൊന്നും എനിക്ക് അവകാശവാദമില്ല. പക്ഷേ അവരെവിടെ പോയി എന്നൊരു ചോദ്യമില്ല. ഞാൻ എൻ്റെ ചോദ്യം കൊണ്ടുവരുന്നത് എന്താന്ന് വെച്ചാൽ അത്രയും സൂക്ഷ്മമായിട്ട് കൈകാര്യം ചെയ്യേണ്ട മേഖലയാണ് മാധ്യമ പ്രവർത്തനം. പക്ഷെ ഇന്ന് ഒരു പുതിയ പ്രവണത, എസ്പെഷ്യലി കൊറോണാനന്തര കാലത്ത് നമ്മൾ കാണുന്നത് സമൂഹ മാധ്യമങ്ങളുടെ തള്ളിക്കയറ്റാണ്. നവമാധ്യമങ്ങളാണ് ഇന്ന് വാർത്തകൾ പടച്ചുവിടുന്നതും ആരെയാണ് മുഖ്യധാരയിലേക്ക് കൊണ്ടുവരേണ്ടത്, ആരെയാണ് കരിവാരി തേക്കേണ്ടത് എന്നുള്ള കാര്യം തീരുമാനിക്കുന്നത്. പ്രത്യേകിച്ചും ഇൻഡിവിജ്വലിസ്റ്റ് ജേർണലിസ്റ്റുകളുടെ എണ്ണം കൂടി വരാണ്. ഇനി അങ്ങോട്ട് കേരളത്തിന്റെ സമൂഹ ജീവിതത്തെയും രാഷ്ട്രീയ ജീവിതത്തെയും കൃത്യമായും നിർണ്ണയിക്കുന്നത് ഈ പറയുന്ന നവമാധ്യമങ്ങളും സമൂഹ മാധ്യമങ്ങളുമാണ്. ഇതിനെക്കുറിച്ച് നികേഷിന് എന്താണ് പറയാനുള്ളത്? നമ്മുടെ കേരളത്തിന്റെ ഭാവി സമൂഹ മാധ്യമങ്ങൾ ഏത് തരത്തിലായിരിക്കും രൂപപ്പെടുത്താൻ പോകുന്നത്? നേരത്തെ അംബേദ്കർ കോട്ട് ചെയ്തുകൊണ്ടാണല്ലോ ഷിൽജാസ് ഇത് തുടങ്ങിയത്. നമ്മൾ കൈകാര്യം ചെയ്യുന്നവരെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കും ഈ കാര്യങ്ങളെല്ലാം തന്നെയും. സമൂഹ മാധ്യമങ്ങളും അങ്ങനെ. നമ്മൾ നോക്കൂ, അച്ചടി മാധ്യമങ്ങളുണ്ടായി, വായനയും എഴുത്തും കണ്ടുപിടിച്ചതിന് ശേഷം അച്ചടി മാധ്യമങ്ങളുണ്ടായി, പിന്നീട് റേഡിയോ ഉണ്ടായി, അത് കഴിഞ്ഞതിന് ശേഷം ടെലിവിഷൻ ഉണ്ടായി, വാർത്തകൾക്ക് ടെലിവിഷൻ ചാനൽ, ഡിജിറ്റൽ മാധ്യമങ്ങളുണ്ടായി, സമൂഹ മാധ്യമങ്ങളിൽ എത്തിക്കുന്നു. നമ്മളൊരു ബ്രോഡ്കാസ്റ്റർ ആക്കുകയാണ്. ഞാനിപ്പോൾ എൻ്റെ 96 എനിക്ക് മാധ്യമ ലോകത്ത് വരണമെന്ന് ആഗ്രഹിച്ചത് എനിക്കിപ്പോഴും കണ്ണിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു ദൃശ്യമുണ്ട്. എന്താണെന്നറിയാമോ? പ്രണോയ് റോയുടെ വേൾഡ് ദിസ് വീക്കിൽ അപ്പൻ മേനോൻ ഈ ജർമ്മൻ മതിൽ തകർന്നു വീണതിൻ്റെ കല്ലെടുത്ത് നിന്നുകൊണ്ട് പറയുന്ന ഒരു ദൃശ്യമുണ്ട്. അല്ലെങ്കിൽ അയാളുടെ ഒരു സൈൻ ഓഫ്. ആ സൈൻ ഓഫ് ആണ് എനിക്ക് മൈക്ക് പിടിച്ച് പറയണം എന്നുള്ള ഒരു തോന്നൽ ഉണ്ടാക്കിയിട്ടുള്ളത്. എൻ്റെ തലമുറയെ ആകെ അത് സ്വാധീനിച്ചിട്ടുണ്ട്. വേൾഡ് ദിസ് വീക്കും അതുപോലെ തന്നെ പ്രണോയ് റോയും ശശികുമാറും അപ്പൻ മേനോനും ഒക്കെ വലിയ തോതിൽ സ്വാധീനിച്ചിട്ടുണ്ട്.
നമ്മളിപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ എത്തി നിൽക്കുമ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ അച്ചടി പിന്നെ റേഡിയോ ടെലിവിഷനിൽ തന്നെ വാർത്തകൾക്ക് ചാനൽ, പിന്നീടാണ് ഡിജിറ്റൽ മാധ്യമങ്ങളിലേക്ക്. യഥാർത്ഥത്തിൽ ഈ എഴുത്തും വായനയും പഠിച്ചതിന് ശേഷം നമ്മളൊരു നിർണായകമായ ഘട്ടത്തിലാണ് എത്തിയിരിക്കുന്നത്. ആ നിർണായകമായ ഘട്ടം എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം ഇപ്പോൾ ബ്രോഡ്കാസ്റ്ററാണ്, നമ്മളെല്ലാം മാധ്യമ പ്രവർത്തകരാണ്. ഇപ്പോൾ 96 എന്നെ സംബന്ധിച്ചിടത്തോളം അന്ന് ആ ഘട്ടത്തിലുണ്ടായിരുന്ന മാധ്യമങ്ങൾ, ടെലിവിഷൻ മാധ്യമങ്ങൾ, ആ ഘട്ടത്തിലുണ്ടായിരുന്ന ജേർണലിസ്റ്റുകൾ എന്നെ സ്വാധീനിച്ചത്, എന്നെ മാധ്യമ പ്രവർത്തകനാക്കി. ഇന്നാണെങ്കിൽ എനിക്ക് മാധ്യമ പ്രവർത്തകനായി മാധ്യമ പ്രവർത്തനത്തിൽ ഏർപ്പെടേണ്ട കാര്യമില്ല. അന്ന് വാർത്ത വായിക്കാനും ചർച്ചകൾ സംഘടിപ്പിക്കാനും റിപ്പോർട്ട് ചെയ്യാനുമുള്ള എൻ്റെ ആഗ്രഹമാണ് ഈ പറയുന്ന മേഖലയിലേക്ക് എന്നെ എത്തിച്ചത്. നോക്കൂ, ഇന്നാണെങ്കിൽ അതിനേക്കാൾ കൂടുതൽ സാധ്യതകൾ നിങ്ങൾക്ക് ചുരുക്കെഴുത്തറിയുന്നവർക്ക് നിങ്ങൾക്ക് ട്വിറ്ററിൽ ചെയ്യാം. നിങ്ങൾക്ക് കുറച്ചുകൂടി വിശദമായി കാര്യങ്ങൾ എഴുതാൻ അറിയുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഫേസ്ബുക്ക് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ദൃശ്യങ്ങളിലൂടെ കാര്യങ്ങൾ പറയാനാണെങ്കിൽ നിങ്ങൾക്ക് പിന്നെ ഇൻസ്റ്റാഗ്രാമിലൂടെ പറയാം. നിങ്ങൾക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയി കാര്യങ്ങൾ പറയാനാണെങ്കിൽ യൂട്യൂബ്, സാധ്യതകൾ നിരവധിയാണ്. ഹാസ്യാത്മകമായി പറയാനാണെങ്കിൽ നിങ്ങൾക്ക് സറ്റയർ ഉപയോഗിക്കാം. നിരവധിയായിട്ടുള്ള സാധ്യതകളാണ്. ഈ സാധ്യതകൾ ഉപയോഗിക്കാതെ ഭള്ളു പറയുന്നവരെ എന്ത് ചെയ്യാൻ സാധിക്കും? നിങ്ങൾക്കൊരു ഗർഭഛിദ്രമോ അല്ലെങ്കിൽ ഈ പറയുന്ന രീതിയിലുള്ള അവിഹിതമായ ഏർപ്പാടുകളോ ഒക്കെയാണ്, സോക്കോൾഡ് അവിഹിതമായിട്ടുള്ള ഏർപ്പാടുകളൊക്കെയാണോ ഈ പറയുന്ന സാമൂഹ്യ മാധ്യമങ്ങളുടെ മുഖ്യ കണ്ടന്റ് എന്ന് പറയുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ പലസ്തീൻ്റെയും ഇസ്രായേലിൻ്റെയും വിഷയം. നോക്കൂ, നമ്മളൊരു സമൂഹമായി നിന്നാൽ, പ്രത്യേകിച്ച് ഒരു ഇടത് സമൂഹം ഒറ്റക്കെട്ടായി നിന്നാൽ, നമ്മൾ ഇവിടെ നിന്ന് പറയുന്ന അഭിപ്രായ പ്രകടനങ്ങൾ മെറ്റപടിക്കും. ഷിൽജാസ്, മെറ്റപടിക്കും. നമ്മൾ ഇവിടെ നിന്ന് പറയുന്ന അഭിപ്രായങ്ങൾ ടെല്ലവീവിലും വാഷിങ്ടൺ DC-യിലും നമുക്ക് അറിയിക്കാൻ സാധിക്കും. പക്ഷെ നമ്മൾ ഫലപ്രദമായി ഈ മീഡിയ ഉപയോഗിക്കണം എന്നുള്ളതാണ്. അതിനു പകരം നമ്മൾ ഈ പറയുന്ന ഛിന്ന ഭിന്നമായിട്ടുള്ള അന്നത്തെ ദിവസത്തെ ഹരത്തിന് വേണ്ടി സാമൂഹ്യ മാധ്യമങ്ങൾ ഉപയോഗിച്ചാൽ, പിന്നെ ഡിജിറ്റൽ മീഡിയയെ തന്നെ നോക്കൂ. കേരളം യഥാർത്ഥത്തിൽ ഡിജിറ്റൽ മീഡിയ ഉപയോഗിച്ചിട്ടുണ്ടോ? നോക്കൂ, ഡിജിറ്റൽ മീഡിയ എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പോൾ ഷിലുജാസ് ദൃശ്യമാധ്യമങ്ങളിലൂടെ മാധ്യമ രംഗത്ത് വന്ന ആളാണ്. ഞാനും അതെ. എൻ്റെ തലമുറ മുതൽ ദൃശ്യമാധ്യമങ്ങളിൽ മാധ്യമ പ്രവർത്തനം ആരംഭിച്ച. അതിന് മുമ്പ് അച്ചടി മാധ്യമങ്ങളുണ്ടല്ലോ. ഇപ്പോഴും പുതിയ ജനറേഷനിൽപ്പെട്ടവരും അച്ചടി മാധ്യമങ്ങളിലേക്കും. അച്ചടി മാധ്യമത്തിലെ സാധ്യതകൾ മുഴുവനായി ഉപയോഗിക്കാൻ സാധിക്കും. ദൃശ്യമാധ്യമങ്ങളിലെ സാധ്യതകൾ മുഴുവനായിട്ട് ഉപയോഗിക്കും ഈ ഡിജിറ്റൽ മാധ്യമങ്ങളിൽ. എന്നാൽ ഡിജിറ്റൽ മാധ്യമങ്ങളിൽ എന്താണ്? നീലയും മഞ്ഞയും ഒക്കെ ആയിട്ടാണ് ഈ പറയുന്ന ഡിജിറ്റൽ മാധ്യമങ്ങൾ. ഡിജിറ്റൽ മാധ്യമം എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു ഏറ്റവും പുതിയ മാധ്യമം യഥാർത്ഥത്തിൽ നമ്മൾ ദുരുപയോഗിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. എന്തുകൊണ്ടാണ്? അതിനകത്ത് പിന്നെ ഈ പറയുന്ന ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ കുറവാണ് എന്നുള്ളതുകൊണ്ട് ആർക്കും തുടങ്ങാം എന്നുള്ളൊരു അവസ്ഥ വന്നു എന്നുള്ളൊരു പ്രശ്നം അവിടെയുണ്ട്. അപ്പോൾ വളരെ മോശമായി ദുരുപയോഗിക്കുന്നു എന്നുള്ളത്. പിന്നെ ഇതിനെയൊക്കെ നിയന്ത്രിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ തന്നെ അതിനെ എതിർക്കും. കാരണം നമ്മൾ അഭിപ്രായ സ്വാതന്ത്ര്യത്തിൻ്റെ ലംഘനമായി വരുന്നു എന്നുള്ളതാണ്.